12 വർഷത്തോളമായി ഖത്തറിൽ ഒരു വീട്ടമ്മയായിരുന്നു കൊണ്ട് തൻ്റെ ഹോബിയായ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ലിജി അബ്ദുള്ള എന്ന കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ലിജിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ലിജി. നമസ്കാരം. ലിജി ക്രാഫ്റ്റ് ഒരു ഹോബിയായി തുടങ്ങി, ഇപ്പോൾ അതൊരു ഉപജീവന മാർഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ക്രാഫ്റ്റ് എന്നതിലേക്ക് വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ കുറേ കാർഡ്സും അതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ അത് ഇങ്ങനൊരു ചെറിയ ഹോബിയായിട്ട് അത് തുടങ്ങിയത്. പിന്നെ കോളേജിലൊക്കെ പോയി അതിനുള്ള ടച്ചൊക്കെ വിട്ട്, എങ്കിലും ചെറുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഭയങ്കര താല്പര്യമായിരുന്നു. ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴൊക്കെ നോക്കിയിരിക്കുക, ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഇവിടെ ഖത്തറിൽ വന്ന് കല്യാണം കഴിഞ്ഞ് ഖത്തറിൽ വന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊക്കെ നോക്കി ഒന്നും ശരിയാവാണ്ട് വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്, ഓരോന്ന് ഉണ്ടാക്കാനായി ട്രൈ ചെയ്ത് നോക്കി. അത് നമ്മൾ ഉണ്ടാക്കി ഓരോന്ന് വെക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര നന്നായിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഇത് വന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഒരു റിഫ്ന എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. ഒരു മിയാ പാർക്കിലൊരു എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി എക്സിബിഷൻ വെച്ച്. അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി. ഭയങ്കര എനിക്കൊരു കോൺഫിഡൻസ് തന്നൊരു എക്സിബിഷൻ ആയിരുന്നു അത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് ഇതുപോലെ എക്സിബിഷൻസ് നടത്തി എന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? അതെ, ഇപ്പം നമ്മൾ കുട്ടികൾക്കും ക്ലാസ് എടുക്കേണ്ടത്, അതുപോലെ ലേഡീസിനും ക്ലാസ് എടുക്കേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യണം കണ്ടിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അന്ന് അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ഇതുപോലെ കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഒരുപാട് നല്ല പ്രതികരണമാണ് അതിൽ നിന്ന് വന്നത്. ഒരുപാട് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞ്. പക്ഷെ ഞാനത് വീട്ടിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് പേപ്പറിൽ ഇങ്ങനെ കത്ത് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡ് മെയ്ഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് കേൾക്കാനിടയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം അതിലൊരുപാട് രാജ്യത്തുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻസ് തന്നെ ഒരു 3-4 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും യൂറോപ്യൻസും ഖത്തറികളും അങ്ങനെ ഒരുപാട് ആളുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ട്രൈ ചെയ്തു. ശരിക്കും എനിക്കൊരു വലിയൊരു മേഖലയാണ് അതിൽ നിന്ന് തുറന്ന് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ ആ ഒരു ഖത്താരിൽ ചെന്നപ്പോഴാണ്. ഇവരുമായിട്ടൊരു ഖത്താട്ട് എന്നൊരു ഹാൻഡ് മെയ്ഡ് കമ്മ്യൂണിറ്റിയുമായിട്ട് യോജിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഇതിന് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ എൻ്റെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു അവസരങ്ങൾ വന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് വർക്ക്ഷോപ്പ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അവിടുത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഖത്തറികളും യൂറോപ്യൻസും എല്ലാ ആളുകൾക്കും ഇതുപോലെ നമുക്ക് വർക്ക്ഷോപ്പ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് ഒരു മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം, അവരുടെ അഭിരുചികൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അവരുടെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ അറിയാനുള്ളൊരവസരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വാതിൽ തുറന്ന പോലെ തന്നെയായിരുന്നു അത്. അതിന് ശേഷമാണ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്നൊരു ഇതിലേക്ക് ഞാൻ കിടക്കുന്നത്. ഒരുപാട് ലേഡീസിന് ക്ലാസ് എടുക്കാനും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും അതിന് ശേഷം സാധിച്ചു. ലിജിയുടെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ഹസ്ബൻഡ് അബ്ദുള്ള, ആൾ ഗൾഫാറിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ 2 പെൺകുട്ടികളാണ്. മൂത്താൾ നർമിൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ നെസ്ലിൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ലിജിക്കൊരു യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നുള്ള പേരിലുണ്ടെന്ന് അറിഞ്ഞു. അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എനിക്ക് ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്യണ വർക്കുകളൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ ആളുകൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നല്ല റെസ്പോൺസാണ്. ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നുള്ള പേരിലാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ ഇതുപോലെ സാരിയിൽ പെയിൻറ്റ് ചെയ്യുന്നതും പെയിൻറ്റിങ്ങും അതുപോലെ ക്രാഫ്റ്റും കുട്ടികൾക്കുള്ളതും അങ്ങനെ ഒരുപാട് അതിൽ ഇപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്.
ആണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ട്. അതിൽ ട്രാവൽ വ്ളോഗ് ചെയ്യണവരുണ്ട്, കുക്കിംഗ് ചാനൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ എന്നെ പോലെ ക്രാഫ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ശരിക്കും അത് നമുക്കൊരു മോട്ടിവേഷനും കൂടിയാണ് ഇവരെല്ലാവരായിട്ട് പരിചയപ്പെടുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനലിലൂടെ എല്ലാവരും അറിയപ്പെടാനും അതുപോലെ ഒരുപാട് ആളുകളുടെ ഡൗട്ടുകൾ ഇന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ, ഇന്നത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ലിജി ഇപ്പോൾ ഖത്താരയിലും ഖത്തർ ഫൗണ്ടേഷനിലൊക്കെ ക്ലാസ് എടുത്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. അപ്പം നമ്മളിപ്പോൾ അവിടുത്തെ ഒരു പല കുട്ടികളൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം ഖത്തറിലുള്ള ആളുകൾ, ഖത്തറിലെ കുട്ടികളാവട്ടെ, ഇവിടെയുള്ള ആളുകളാവട്ടെ, ഒരുപാട് ഇങ്ങനെയുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്കറിയാം ഖത്താരിൽ ഒരുപാട് എക്സിബിഷൻ, അത് ഇപ്പോൾ മലയാളികളാവട്ടെ ആരാവട്ടെ, ഒരുപാട് നമുക്ക് നമ്മുടെ കഴിവുകളെ ഒരുപാട് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ കഴിവുകൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടത്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇതിനൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖത്തറികൾക്കൊക്കെ ഇത്തരം ആക്ടിവിറ്റീസിന് ഒരുപാട് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഖത്താരിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഖത്തർ ഫൗണ്ടേഷനിലൊക്കെ അവർ കുട്ടികളെ അതിനായിട്ട് കൊണ്ടുവന്ന് അവർ വർക്ക്ഷോപ്പിന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വർക്ക്ഷോപ്പ് കണ്ടിട്ട് ഇവിടെയുള്ള ഖത്തറിലുള്ള തന്നെ ഒരു മൈമൂന ഇൻഡിപെൻഡൻറ്റ് സ്കൂളുണ്ട്. അത് ഖത്തറികളുടെ സ്കൂളാണ്. അവിടെ ഇതുപോലെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനായിട്ട് അവർ എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ ഒരു 1 day വർക്ക്ഷോപ്പ് അതുപോലെ കുട്ടികൾക്ക് അവിടെ സംഘടിപ്പിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അവർ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഖത്തറികൾ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രോത്സാഹനമാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊരു പ്രചോദനം തന്നെയാണ് അങ്ങനെയുള്ള ഇത്തരം പ്രോത്സാഹനങ്ങൾ. ലിജി ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലതും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ, ഇപ്പം പല കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളുണ്ട്, അവരുടെ കൂടുതൽ താല്പര്യമുള്ള വിഷയം ഏതാണ്? അവർ കൂടുതലും ഈ ക്യാൻവാസ് ആർട്ടൊക്കെയാണ് കൂടുതലും ഇഷ്ടം. പെയിൻറ്റിങ്ങിനോടൊക്കെയാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ക്ലേ വെച്ചിട്ടുള്ള ഇതുകൾ ഇപ്പോൾ ഖത്താരയിലാവട്ടെ കൂടുതലും അവർ പ്രിഫർ ചെയ്യണമെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ് കൊണ്ടുവരാനാണ് നമ്മളോട് പറയാറ്. നമ്മളവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് വർക്ക്ഷോപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്തതിൽ ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ക്യാൻവാസ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ക്ലേ ഒക്കെ വെച്ചിട്ടുള്ളത്. ക്ലേ ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ ഡെക്കോപ്പേജ്, മിക്സഡ് മീഡിയ ആർട്ട്, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്സൊക്കെ അവർക്ക് താല്പര്യമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇപ്പോൾ വെക്കേഷനായി വരുമ്പോൾ കൂടുതലും വെക്കേഷൻ ടൈമിൽ നമ്മൾ 4 ദിവസത്തെ ക്യാമ്പ്, 5 ദിവസത്തെ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാറുണ്ട്. അതും 4 ദിവസം ഡിഫറെൻറ്റ് ടൈപ്പാണ് നമ്മൾ വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒന്നിൽ തന്നെ അല്ലാതെ ഏതിലാണ് അവർക്ക് താല്പര്യം നമുക്ക് ആ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു ഇതും അതിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ലേഡീസിന് കൂടുതലായിട്ടും നമ്മൾ അവർക്കൊരു എന്താ പറയുക, പിന്നീട് അതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലുള്ള വർക്ക്ഷോപ്പുകളാണ് ചെയ്യാറ്. അതായത് ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റ്, മ്യൂറൽ പെയിൻറ്റിങ്, അതുപോലെ ജ്വല്ലറി ഡിസൈനിങ്, അതൊക്കെ അവർക്ക് പിന്നീടും അവർക്കൊരു വരുമാന മാർഗം എന്നുള്ളൊരു ഹോബീനേക്കാൾ ഉപരി അവർക്കതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവെ മൊബൈലിൽ ഗെയിംസ് കളിക്കുക അല്ലെങ്കിൽ കാർട്ടൂൺ കാണുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ക്രാഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് തന്നെയാണ്. കുട്ടികൾ ഈ മൊബൈലും അതുപോലെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോട് ശരിക്കും ഒരു അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ടൈം അവർ അതിനാണ്
ചിലവഴിക്കണം. ഇപ്പോൾ ഒരു സ്കൂളിൽ വന്ന് അവർക്ക് എന്താ പറയുക, ഒരു മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊബൈലിൽ അല്ലെങ്കിൽ ടാബിലൊക്കെയാണ്. അല്ല, കൂടുതലും നമ്മൾ പാരൻസിന് തന്നെയാണ് പറയേണ്ടത്. കാരണം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണല്ലോ അവർ, അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ പിള്ളേർ വന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചോദിക്കും മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ എടുത്തു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ആ പാർട്ടി കൊള്ളാവണ്ട എന്ന് വിചാരിച്ചിട്ടാവും. ഇപ്പോൾ അതവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരതിനുള്ള വേറെ വഴികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ബോധവൽക്കരണം നമ്മുടെ പാരൻസിന് തന്നെയാണ് വേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ക്രാഫ്റ്റിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ക്രാഫ്റ്റ് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാരണം അവർ ആ ഒരു ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ശരിക്കും അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയാണ്. പിന്നെ അതുപോലെ തിങ്ക് ചെയ്യണം, അവർ കൂടുതൽ ഇമാജിനേഷൻ വരണം. നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വരുമ്പോൾ അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്യുക, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ മറിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ പെയിൻറ്റിങ്ങിനെ കുറിച്ചാവട്ടെ കളറുകളെ കുറിച്ചാവട്ടെ അതിലൊരു അറ്റ്ലീസ്റ്റ് അതിൽ ഇതാവണം. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ പാരൻസ് ആവട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവട്ടെ എല്ലാവരും ഇത്തരം ആക്ടിവിറ്റീസുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ചെറുതായി വരയ്ക്കണ കുട്ടിയാണ് തോന്നിക്കഴിഞ്ഞാൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ കളർ പെൻസിലോ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം ആക്ടിവിറ്റീസ് ഇപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനേക്കാട്ടുപരി നമ്മളിപ്പോൾ എന്തെങ്കിലും ഗെയിംസുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസുകൾ ഇതിലൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഷെയറിങ്ങും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു അടുപ്പം എല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ പാരൻസ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ പങ്കെടുപ്പിക്കുക, ആളുകളുമായി മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. ഇപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് കൾച്ചർ സെൻറ്ററിലാണ് ഞാനിപ്പോൾ കൂടുതലും ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കോഴ്സ് കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ ഒത്തുകൂടാൻ മുത്ത് കളിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൽ ഒരു 70-80 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതുപോലെ കളി, ഗെയിംസ്, പാട്ട്, ക്രാഫ്റ്റ് അങ്ങനെ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ കുറച്ച് സമയം കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം നമ്മളും ഹാപ്പിയാണ് കുട്ടികളുടെ സന്തോഷത്തിലും. മറിച്ച് നമുക്കും അതിന് ശരിക്കും അതൊരു നമ്മുടെ ജീവിതത്തിൽ അതൊരു റിഫ്രഷ്മെൻ്റാണ്. കുട്ടികൾ ഇത്തരം ആക്ടിവിറ്റീസ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ ഏതാളുകളെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസുകൾ കൊണ്ട് ഒരു പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഭയങ്കര തിരക്കിട്ട സമയമാണ് അല്ലേ, ഒന്നിനും സമയമില്ല. ഒരു പക്ഷേ പാട്ട് പാടുന്നവരുണ്ടാവാം, നമ്മുടെ ഇടയിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ടാവാം, ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. പക്ഷേ എല്ലാവരും ഈ തിരക്കിട്ട ജീവിതത്തിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു അരമണിക്കൂർ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് നോക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്താമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Doha Stories, presented by Carmel Group.